തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള തെറ്റുതിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാൻ CPIM വിപുലീകൃത സംസ്ഥാന സമിതി സെപ്റ്റംബർ 2-ാം വാരത്തിൽ നടത്താൻ ധാരണ. സെപ്റ്റംബർ 11 മുതൽ 13 വരെ കോഴിക്കോട് യോഗം ചേരാനാണ് നിലവിലെ തീരുമാനം. അതുല്യുണ്ട് വിവരങ്ങളുമായി. അതുല്യ, എന്തായാലും CPIM-ന്റെ വിപുലീകൃത സംസ്ഥാന സമിതിയാണ് സെപ്റ്റംബർ 2-ാം വാരത്തിൽ നടത്താൻ ധാരണയാകുന്നത്. എങ്ങനെയായിരിക്കാം കാര്യങ്ങൾ? കാർത്തു, ഇന്നലെയാണ് CPIM-ന്റെ നേതൃയോഗങ്ങൾക്ക് തുടക്കമായത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. CPIM-ന്റെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പലതലത്തിൽ ചർച്ചകൾ നടന്നിരുന്നു. ജില്ലാ കമ്മിറ്റികളിൽ പ്രത്യേകം ചർച്ചകൾ നടക്കുകയും അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ അവലോകന റിപ്പോർട്ടിന് ശേഷമാണ് CPIM കേന്ദ്ര കമ്മിറ്റിയിലും ഇത്തരത്തിലൊരു അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഈ അവലോകന റിപ്പോർട്ടുകളിലെല്ലാം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണുള്ളത്. തെറ്റുതിരുത്തൽ നടപടികൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കണം. അതും ഏറ്റവും ആഴത്തിൽ നിന്ന് ആരംഭിച്ച് തന്നെ ഈ തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി പോകേണ്ടതുണ്ട്. ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ഏറ്റവും മുകളിലെ തട്ടിലുള്ള നേതാക്കളിൽ വരെ ഈ തെറ്റുതിരുത്തൽ നടപടികൾ എത്തേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു ഈ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായാണ് ഈ തെറ്റുതിരുത്തൽ നടപടികളുടെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് വിശാലമായ സംസ്ഥാന സമിതി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ യോഗത്തിലായിരിക്കും തുടർന്നങ്ങോട്ട്, അതായത് ഒരു വർഷം എടുത്ത് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് പോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉടൻ ആരംഭിച്ച് അടുത്ത വർഷം വരെ നീണ്ടു നിൽക്കുന്നത്, അതായത് ഏറ്റവും ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് ആരംഭിച്ച് പ്രവർത്തനരഹിതരായ നേതാക്കളെ മാറ്റി നിർത്തി കൂടുതൽ പ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമായ ആളുകൾക്ക് നേതൃത്വവും അതുപോലെ തന്നെ അവരെ ഭാരവാഹിത്വത്തിലേക്കും കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതുപോലുള്ള നടപടികളിലേക്ക് പോകാനാണ് ഈ CPIM-ന്റെ ഒരു തീരുമാനം. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, തെറ്റുതിരുത്തൽ നടപടികൾ ഏത് രീതിയിൽ വേണം, ആർക്കൊക്കെ ആയിരിക്കണം അതിൻ്റെ ചുമതല, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും ഈ ഒരു വിശാലമായിട്ടുള്ള സംസ്ഥാന സമിതിയിലായിരിക്കും. അപ്പോൾ ഈ CPIM-ലെ തെറ്റുതിരുത്തൽ നടപടികളുടെ ഏറ്റവും ആദ്യ പടിയായാണ് സെപ്റ്റംബർ 2-ാമത്തെ ആഴ്ചയിൽ ഈ ഒരു യോഗം ചേരാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിലെ ധാരണ പ്രകാരം സെപ്റ്റംബർ 11 മുതൽ 13 വരെ ആയിരിക്കും ഈ ഒരു യോഗം നടക്കുക എന്നുള്ളതാണ്. ഇതൊരു അന്തിമമായിട്ടുള്ള ഒരു തീയതി എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ നിലവിൽ, അതായത് ഇന്നലെ നടന്ന നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിലും മറ്റും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച നിർദ്ദേശവും അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉരുത്തിരിഞ്ഞു വന്ന നിലവിലെ ഒരു ധാരണയുമാണ് കോഴിക്കോട് വെച്ച് ഈ വിശാല സംസ്ഥാന സമിതി ചേരും. അത് സെപ്റ്റംബർ 2-ാം വാരം, അത് 11 മുതൽ 13 വരെ നടത്താം എന്നുള്ളതാണ് നിലവിലെ ഒരു തീരുമാനം. നിലവിൽ ഈ ഒരു വിശാല സംസ്ഥാന സമിതിയിൽ സംസ്ഥാന കമ്മിറ്റി അതുപോലെ തന്നെ നേതാക്കൾ എന്നിവർക്ക് പുറമെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളെയും അതുപോലെ തന്നെ മറ്റ് വർഗ ബഹുജന സംഘടനകൾ, അതായത് CPIM-ന്റെ പോഷക സംഘടനകളായിട്ടുള്ള മറ്റ് പാർട്ടികളെ കൂടി, അതായത് വർഗ സംഘടനകൾ, ട്രേഡ് യൂണിയൻ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, അതുപോലെ തന്നെ മറ്റ് ബഹുജന വർഗ സംഘടനകളുടെ നേതാക്കളെയും അംഗങ്ങളെയും കൂടി പങ്കെടുപ്പിക്കുന്നതും ഈ ഒരു വിശാല സംസ്ഥാന സമിതിയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഏരിയ സെക്രട്ടറിമാരെ കൂടി, അതായത് നിലവിൽ സംസ്ഥാന സമിതിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുമാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഏരിയ സെക്രട്ടറിമാരെ കൂടി ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. കൂടുതൽ ആഴത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഒരു താഴേക്കിടയിൽ പ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ ഏരിയ സെക്രട്ടറിമാരെ കൂടി സമീപിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു തീരുമാനം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏരിയ സെക്രട്ടറിമാരെ കൂടി ഈ സംസ്ഥാന സമിതിയിലേക്ക് ചേർക്കണോ എന്നുള്ളതിലൊരു തീരുമാനം ഉണ്ടാകും. ഇന്നും നാളെയുമായി സംസ്ഥാന സമിതി യോഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ സംസ്ഥാന നേതൃയോഗത്തിലെ തീരുമാനങ്ങൾ ഇന്നത്തെ സംസ്ഥാന സമിതിയിലും ചർച്ചയാകും. അതിനുശേഷമായിരിക്കും ഏത് ഡേറ്റിലായിരിക്കും, ഏത് തീയതിയിലായിരിക്കും സമ്മേളനം നടക്കുക എന്നതിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം ആരെയൊക്കെ പങ്കെടുപ്പിക്കണം എന്നതിൽ ഇപ്പോൾ നിലവിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന വിവിധ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതായത്
ആർക്കൊക്കെ ആയിരിക്കണം, കൂടുതൽ ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ, കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ടോ മുതലായ കാര്യങ്ങളിലൊക്കെ പല വിവിധ നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഇന്നും നാളെയും നടക്കുന്ന സംസ്ഥാന സമിതിയിൽ കൂടി ചർച്ച നടത്തും. അപ്പോൾ അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലെത്തൂ. എന്തായാലും ഈ ഒരു സംസ്ഥാന വിശാല സമിതി ചേരുമ്പോഴും അതിലും ഈ കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് ചർച്ചയാകും. പ്രധാനമായും കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ തോൽവിയുടെ ഉത്തരവാദിത്തം അത് പാർട്ടി ഏറ്റെടുത്തേ മതിയാകൂ എന്നുള്ള രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും നേതൃത്വത്തിൻ്റെ വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു കാര്യം വലിയ രീതിയിൽ തന്നെ ഈ ഒരു കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. തലശ്ശേരിയിലെയും കണ്ണൂരിലെയും അതുപോലെ തന്നെ പയ്യന്നൂരിലെയും എല്ലാം സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച സംഭവിച്ചതും ബന്ധുക്കൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകാൻ നടത്തിയ ശ്രമങ്ങളും എല്ലാം തന്നെ ഒരു പ്രശ്നമായി, അത് വലിയ രീതിയിലുള്ളൊരു വീഴ്ചയാണ് എന്ന് തന്നെ ഈ അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ എ പത്മകുമാറിനെതിരായ നടപടി വൈകിയതും അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, UP മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ച് കേൾപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഈ വിജയത്തിൽ നിന്ന് CPM-നെ അകറ്റി എന്നുള്ളൊരു അവലോകന റിപ്പോർട്ടാണ് കേന്ദ്ര കമ്മിറ്റിയിലും അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ തെറ്റിതിരുത്തൽ നടപടികൾക്ക് CPM ഇപ്പോൾ രൂപം നൽകുന്നത്. ശരി, അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.